പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എളിയവൻ ഒരു അവസരം കൂടെ ദാനമായി നൽകിയത് ഓർത്ത് ദൈവത്തെ തീരുമായി സ്തുതിക്കുകയാണ്. കർത്താവ് സകലരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ 5 എപ്പിസോഡുകളിലായി യേശു തന്നെ പിതാവ് എന്ന വിഷയം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും അതിൻ്റെ 6ാമത്തെ ഭാഗം ഇന്ന് നാം പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ വചനം ശ്രദ്ധിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുകയാണ്. വചനം കേൾക്കുക മാത്രമല്ല, അത് അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ ശോധന ചെയ്ത് മനസ്സിലാക്കണമെന്നും കൂടെ കർത്താവിൻ്റെ നാമത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കാലം അതിൻ്റെ അന്ത്യനാളുകളോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയുവാൻ കഴിയുന്ന ഒരു വിഷയമാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നുവല്ലോ. കർത്താവ് നമ്മോട് അടുത്തിരിക്കുന്നതിനാൽ പിശാച് അലർന്ന സിംഹത്തെ പോലെ ആരെയും വിഴുങ്ങേണ്ടതിന് ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. വിവിധ നിലകളിലുള്ളതായ വ്യാജ സന്ദേശങ്ങളുമായി ധാരാളം ആളുകളെ അവൻ അഥവാ പിശാച് അവൻ്റെ സന്ദേശവാഹികളായി ലോകത്തിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളത് നാം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അവർ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും പല വേഷങ്ങളിലൂടെ ഞങ്ങൾ യഥാർത്ഥ സത്യസന്ദേശവാഹികളാണ് എന്ന് പ്രസ്താവിച്ചുകൊണ്ട് സത്യവചനത്തിൻ്റെ യഥാർത്ഥ സത്യത്തിന് വിരോധമായി ഉപദേശങ്ങൾ പെരുക്കിക്കൊണ്ട് സകല ജനത്തെയും വ്യാജ സന്ദേശങ്ങൾക്ക് പിന്നിൽ അണിനിരത്തുവാനായിട്ട് കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ധാരാളം ആത്മാക്കൾ അവൻ്റെ കപടവാക്കുകളിൽ കുടുങ്ങി വീണുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തിരുവചനത്തിൻ്റെ സത്യം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവോടും നിശ്ചയത്തോടും കൂടെ ഈ നാടുകളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ നാം കൈവിടപ്പെട്ടു പോകുവാൻ ഇടയാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വരാതിരിക്കേണ്ടതിന് വേണ്ടി വളരെ വ്യക്തമായിട്ടും നാം തിരുവചന സത്യങ്ങൾ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നിൽക്കേണ്ടത് ആവശ്യമാണ്. സത്യവചനത്തെ യഥാർത്ഥമായി മനസ്സിലാക്കി സത്യത്തിൽ നിലനിൽക്കുകയും നിത്യതയിൽ പങ്കാളികളാകുവാൻ തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങളോട് അപേക്ഷിക്കുവാനുള്ളത്. തീർച്ചയായിട്ടും കർത്താവിൻ്റെ വരവെങ്കിൽ അവനോടുകൂടെ എടുക്കപ്പെടുവാൻ യോഗ്യമായ ജീവിതത്തിൻ്റെ അവസ്ഥയിലായിരിക്കണം നാം ഓരോരുത്തരും. ദൈവത്തെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളാകുന്ന നിലകളിൽ ഉപദേശങ്ങൾ പിശാചും അവൻ്റെ അനുയായികളും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം ഏകനല്ല എന്നും യേശു ദൈവമല്ല എന്നുമൊക്കെ പഠിപ്പിക്കുന്ന വ്യക്തികൾ ലോകത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വേദപുസ്തകം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടതും
അത് മാത്രമാണ് നാം അംഗീകരിക്കേണ്ടതും വിശ്വാസത്തിലെടുക്കേണ്ടതുമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ചില വേദഭാഗങ്ങളിൽ നിന്ന് ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 19 വരെയുള്ളതായ വേദഭാഗങ്ങളാണ് പ്രാരംഭമായി വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ സാക്ഷ്യം സത്യമാകുന്നു. ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു. നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ഇവിടെ 14-ാമത്തെ വാക്യഭാഗത്തിൽ പറഞ്ഞത്, സ്തോത്രം, ചില പരീശന്മാരെ യേശുവിൻ്റെ സാക്ഷ്യം തെറ്റാണ് എന്ന് പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ യേശു അവരോട് കൊടുത്ത മറുപടിയാണ് ഇവിടെ നമ്മൾ വായിച്ചത്. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ സാക്ഷ്യം സത്യമാകുന്നു. കാരണം ഞാൻ എവിടെ നിന്ന് വന്നു എന്ന് എവിടേക്ക് പോകുന്നു എന്നും എനിക്ക് നിശ്ചയമുണ്ട്, ഞാൻ അറിയുന്നു. നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല എന്നവരോട് മറുപടി പറഞ്ഞു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ അവിടെ കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന് കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. താൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനാണെന്നും അപ്പോൾ തന്നെ താൻ സ്വർഗത്തിൽ ഇരിക്കുന്നു എന്നും ഇനി സ്തോത്രം തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ട് വരുന്നവനും താൻ തന്നെയാണ് എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തുന്നതായിട്ടാണ്, അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഇന്ന് പലരും അതിന് വിപരീതമായിട്ട് പ്രസംഗിക്കുന്ന പ്രസംഗകരെയാണ് ലോകവ്യാപകമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും കർത്താവിൻ്റെ സത്യവചനത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന, പ്രസംഗിക്കുന്ന, വചനത്തിൻ്റെ വള്ളിക്ക് പുള്ളിക്ക് മാറ്റങ്ങൾ വരുത്തുന്നവന് വലിയ ന്യായവിധിയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വചനം പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് ഈ വൈകിയ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. നാം വായിച്ച വേദഭാഗത്തിൻ്റെ 15-ാമത്തെ വാക്യഭാഗം വായിക്കുന്നത്, നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല. നിങ്ങൾ ജഡപ്രകാരമാണ് വിധിക്കുന്നത്, കാരണം ജഡത്തെ നോക്കിക്കൊണ്ട് വിധിക്കുന്നു. കർത്താവ് ആത്മാവാകയാലും ആത്മീയമായത് തനിക്ക് മനസ്സിലാകുന്നത് കൊണ്ട്, താൻ അറിയുന്നത് കൊണ്ടും താൻ ഇപ്പോൾ ആരെയും വിധിക്കുന്നില്ല. എന്നാൽ സ്തോത്രം, കർത്താവ് പറയുന്നു, ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെയാകയാൽ എൻ്റെ വിധി സത്യമാകുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ താനും പിതാവും രണ്ട് വ്യക്തികളായിട്ടല്ല, ഞങ്ങൾ രണ്ടുപേരും ഒന്നാകിയാലും, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാകിയാലും ഞങ്ങളുടെ വിധി, അല്ലെങ്കിൽ എൻ്റെ വിധി സത്യമാകുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. കർത്താവ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനും പിതാവും ഒന്ന് തന്നെയാണ്, മറ്റൊരു പിതാവിനെ കാണുവാൻ നിങ്ങൾക്ക് കഴിയുന്നതല്ല എന്ന് കർത്താവ് നേരത്തെ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പലർക്കും അതങ്ങോട്ട് വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതും സ്തോത്രം അത്തരക്കാരുടെ ദൗർബല്യമായിട്ട് കാണുവാനായി കഴിയുന്നുള്ളൂ. സ്തോത്രം. ഇവിടെ അതിൻ്റെ 17-ാമത്തെ വാക്യഭാഗത്തിൽ രണ്ട് മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് കർത്താവ് പറയുവാനിടയായി തീർന്നു. അപ്പം
സ്തോത്രം. പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ പിതാവും പുത്രനും കൂടെ ഒരുമിച്ച് സാക്ഷ്യം പറയുന്നു. ആ സാക്ഷ്യം സത്യമാണ്. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് കർത്താവ് അവരോട് പറഞ്ഞു. പിന്നീട് പറഞ്ഞത്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അപ്പോൾ തങ്ങളുടെ രണ്ടുപേരുടെയും സാക്ഷ്യം ഒന്ന് തന്നെയാണ്. സ്തോത്രം. അത് രണ്ട് വ്യക്തികളായിട്ടല്ല, വ്യക്തികളായിട്ട് പഠിക്കുന്നവരും വിശ്വസിക്കുന്നവരും ഒക്കെ ഉണ്ട്. എങ്കിലും രണ്ട് വ്യക്തിത്വമല്ല. പരിശുദ്ധനായ സർവശക്തനായ ദൈവം മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നതുകൊണ്ട് അവൻ്റെ മനുഷ്യത്വത്തിലും അവൻ്റെ ദൈവത്വത്തിലും അവൻ സംസാരിക്കുന്നു. ഇത് രണ്ടും സാക്ഷ്യം ഒന്ന് തന്നെയാണ് എന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പിന്നീട് അതിൻ്റെ 19-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവർ അവനോട്, നിന്റെ പിതാവ് എവിടെ എന്ന് ചോദിച്ചതിന് യേശു, നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. സ്തോത്രം. അപ്പോൾ പിതാവ് എവിടെ എന്ന് ഉള്ള ചോദ്യത്തിന് കർത്താവ് കൊടുത്ത മറുപടി, നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാനും പിതാവും ഒന്ന് തന്നെയാണ്, ഞങ്ങൾ രണ്ട് വ്യക്തികളല്ല എന്ന് കർത്താവോട് വളരെ ശക്തമായി സമർത്ഥിക്കുന്നതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ളതായ ഭാഗങ്ങൾ കൂടെ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. വിശുദ്ധ പൗലോസ്, അവൻ യേശു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ യേശു ക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒരു രൂപം ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിലൂടെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. യേശു ക്രിസ്തുവിനെ നാം കാണുമ്പോൾ സാക്ഷാൽ സർവശക്തനായ ദൈവത്തെയാണ് നാം കാണുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ താൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു എന്നാണ് അവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ താൻ ദാസരൂപമെടുത്തതാണ്. തന്നെ ആരും അടിമയാക്കി ലോകത്തിലേക്ക് വിട്ടതല്ല. താൻ സ്വയം ഒരു ദാസന്റെ വേഷം ധരിക്കുകയായിരുന്നു. അവൻ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. തന്നെത്താൻ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ സ്തോത്രം, മറ്റൊരാൾ തന്നെ തൻ്റെ സ്ഥാനത്തു നിന്ന് ഒഴിവാക്കി വേറൊരു സ്ഥാനത്തേക്ക് അയക്കുന്നതായിട്ടല്ല നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അവൻ തന്നെയാണ് ദാസരൂപമെടുത്തത്, മനുഷ്യ സാദൃശ്യത്തിലായത്, തന്നെത്താൻ അവൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി എന്ന് പറഞ്ഞാൽ തന്നെ താൻ തന്നെ താഴ്ത്തി. സ്തോത്രം. മറ്റാരും തന്നെ താഴ്ത്തിയില്ല, മറ്റാരും തന്നെ അയച്ചില്ല, മറ്റാരും സ്തോത്രം തന്നെ ദാസരൂപമെടുക്കുവാനായിട്ട് പ്രേരിപ്പിച്ചില്ല. താൻ തന്നെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്നാണ് ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. അവൻ
മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വരികയായിരുന്നു. ഇത് കാരണം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ പിശാചിൻ്റെ വഞ്ചനയിൽ കുടുങ്ങി പാപം ചെയ്ത് മരണയോഗ്യരായി തീർന്നപ്പോൾ, അല്ലെങ്കിൽ പാപികളായി തീർന്നപ്പോൾ, അവരെ വീണ്ടെടുത്ത് രക്ഷിക്കേണ്ടതിന് താൻ തന്നെ ലോകത്തിലേക്ക് വരേണ്ടത് ആവശ്യമായിരുന്നു. താൻ ഒഴികെ മറ്റൊരുവൻ ആ ദൗത്യം സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ ഏറ്റെടുക്കുവാൻ ഇല്ല. അങ്ങനെ മറ്റൊരാൾ ആ ദൗത്യം ഏറ്റെടുത്താലും അത് പൂർണ്ണമാക്കുകയില്ല എന്ന് കർത്താവിന് അറിയാമായിരുന്നത് കൊണ്ട് സ്തോത്രം, തൻ്റെ മക്കളെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരനായി ലോകത്തിലേക്ക് വരുവാൻ താൻ തീരുമാനിച്ചുകൊണ്ട് സ്തോത്രം, തൻ്റെ തനതായ ആ അവസ്ഥയെ താൽക്കാലികമായിട്ട് ഒന്നൊഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അവൻ അനുസരണമുള്ളവനായി തീർന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം എന്ന് പറയുമ്പോൾ തന്നെ ആരും നിർബന്ധിച്ച് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതല്ല, താൻ തന്നെ സ്വയം ഈ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം, ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം തന്നെ 9 മുതൽ 11 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് ദൈവവും അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ദൈവവും അവനെ ഉയർത്തി എന്ന് പറയുമ്പോൾ ആ യേശുവിനെ ദൈവം ഉയർത്തി. അതുകൊണ്ട് യേശുവും ദൈവവും 2 പേരാണ് എന്ന് പറയരുത്. സ്തോത്രം, കർത്താവ് സർവശക്തനായ ദൈവത്തിൻ്റെ താൻ എടുത്തതായ മനുഷ്യത്വത്തെ താൻ തന്നെ ഉയർത്തുകയും സകല നാമത്തിനു മേലായ നാമം അവന് നൽകുകയും ചെയ്തു എന്നാണ് ദൈവവചനത്തിലൂടെ പാടുവാൻ കഴിയുന്നത്. അവൻ സാക്ഷാൽ യഥാർത്ഥ ദൈവവും ഒരു പൂർണ്ണ മനുഷ്യനുമാണ്. അവൻ 2 അല്ല, 1 തന്നെയാണ് എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരുമെന്നാണ് അവിടെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലാണ് സ്വർലോകവാസികളുടെയും ഭൂലോകവാസികളുടെയും അധോലോകവാസികളുടെയും എല്ലാം മുഴങ്കാലം മടങ്ങുന്നത്. സ്വതന്ത്രം, സ്വർലോകവാസികൾ ദൂതന്മാരാണ്, ഭൂലോകവാസികൾ മനുഷ്യരാണ്, അധോലോകവാസികൾ പാപം ചെയ്ത ആത്മാക്കളാണ്. അവരുടെ ഒക്കെയും മുഴങ്കാൽ ഒരേ ഒരുവന്റെ മുൻപിലാണ് മടങ്ങേണ്ടി വരുന്നത്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. ഈ സകല ആളുകളും സ്വർലോകരും ഭൂലോകരും അധോലോകരും ഒരുപോലെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അവർ വിളിച്ചു പറയുന്നത് യേശു തന്നെ യഹോവ, യേശു തന്നെ കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയുവാൻ ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ. യേശു തന്നെയാണ് കർത്താവ്, അഥവാ യേശു തന്നെയാണ് യഹോവ എന്ന് സകല നാവും ആരൊക്കെയാ? സ്വർലോകരും ഭൂലോകരും അധോലോകരും ഒരുപോലെ അവനെ കുറിച്ച് സാക്ഷ്യം പറയും, വിളിച്ചു പറയുമെന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ് അവർ ഏറ്റുപറയേണ്ടി വരുന്നത് എന്നും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. മലാക്കി പ്രവചനം നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യഭാഗം, നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. സ്തോത്രം. സകല ആളുകൾക്കും ഒരു പിതാവേ ഉള്ളൂ. ആ പിതാവാണ് ഏകസത്യ ദൈവം.
ആ ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചത്, സകലരെയും സൃഷ്ടിച്ചത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലുള്ളതായ വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ എഫെസോസിലെ വിശ്വാസികളോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ, അത് കർത്താവായ യേശു ക്രിസ്തു തന്നെ എന്ന് തിരുവചനം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എല്ലാവർക്കും മീതെ ഉള്ളവൻ സർവശക്തനായ ദൈവമാണ്, അഥവാ അത്യുന്നതനായ ദൈവമാണ്. എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവൻ പരിശുദ്ധാത്മാവാണ്. എല്ലാവരിലും ഇരിക്കുന്നവൻ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവാണ്. ഇവിടെ പറയുന്നു, എല്ലാവർക്കും മീതെയുള്ള സർവശക്തിയുള്ള ദൈവവും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവും എല്ലാവരിലും ഇരിക്കുന്നവനുമായ കർത്താവായ യേശു ക്രിസ്തുവും അവൻ തന്നെയാണ്. സ്തോത്രം. എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ടും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പലരും അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എങ്കിലും നാം തിരുവചനത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി നിലകൊള്ളണം എന്നുള്ളതാണ് നാം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ സത്യം നിങ്ങളോട് പരസ്യമായി പറയുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. മറ്റനേകരും മറ്റു തരത്തിലുള്ളതായ വ്യാജ സന്ദേശങ്ങൾ അറിയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും ജനം നശിച്ചു പോകരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് സത്യോപദേശം നിങ്ങളോട് യഥാർത്ഥമായി സംസാരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഈ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ സത്യം വളരെ വ്യക്തമായിട്ട് തുറന്നു പറയുവാൻ താല്പര്യപ്പെടുന്നത്. കാരണം കേൾവിക്കാരായിരിക്കുന്ന ഒരു മനുഷ്യനും സ്തോത്രം നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുത് എന്നുള്ളതായ ഏക ചിന്തയോടുകൂടെയാണ് സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കണമെന്നുള്ളതായ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ സത്യവും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് സത്യം സത്യമായിട്ട് തന്നെ സംസാരിക്കുവാൻ ഞങ്ങൾ തൽപരരാകുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് വളരെ ശ്രദ്ധയോടെ വചനം ശ്രവിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 5, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇനി മരണമുണ്ടാവുകയില്ല. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാട് അഥവാ പുതിയ നിയമത്തിലെ ഏക പ്രവചനമാണ് വെളിപ്പാട് പുസ്തകം. വേദപുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം എന്ന് എല്ലാവർക്കും അറിയാം. അവിടെ കർത്താവ് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു അനേക കാര്യങ്ങളുണ്ടെങ്കിലും അതിലൊരു പ്രത്യേക കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ടാണ് ഇത് വായിക്കുവാനിടയായത്. ഇനി മരണമുണ്ടാവുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാവുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. സ്തോത്രം. ഇവിടെ കർത്താവ് തൻ്റെ ദാസന് കൊടുത്ത ആലോചന, സ്തോത്രം, ഇനി മരണമുണ്ടാവുകയില്ല. സ്തോത്രം. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാവുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവരിതാ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക,
ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് പറഞ്ഞത്, അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ നീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സ്തോത്രം, സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ നീരുറവിൽ നിന്ന്, സ്തോത്രം, സൗജന്യമായി കൊടുക്കും. ആത്മദാഹമുള്ള ഏതൊരു മനുഷ്യനും സ്വർഗത്തിലെ ദൈവം തൻ്റെ നീരുറവിൽ നിന്ന്, ഒരിക്കലും പറ്റാത്ത നീരുറവാണല്ലോ സർവശക്തനായ ദൈവത്തിൻ്റേത്, അതിൽ നിന്ന് സൗജന്യമായി ധാരാളം അവർക്ക് പാനം ചെയ്യുവാൻ കൊടുക്കും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. അതിൻ്റെ 7-ാമത്തെ വാക്യഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ കേട്ട് വിശ്വസിച്ച് അതിനനുസരണമായി ജീവിക്കുന്നവനാണ് ഈ ലോകത്തെ ജയിക്കുന്നവൻ, അഥവാ പിശാചിനെ ജയിക്കുന്നവൻ, എതിരാളിയെ ജയിക്കുന്നവൻ, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ. അങ്ങനെ ജയിക്കുന്നവന് ഈ പറയപ്പെട്ട കാര്യങ്ങൾ, ആദ്യം പറയപ്പെട്ട കാര്യങ്ങളൊക്കെയും അവകാശമായി ലഭിക്കും. കർത്താവ് പറയുന്നു, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു സകലത്തിന്മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. അവനാണ് ആദ്യൻ, അവനാണ് അന്ത്യൻ, അവനല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ അവൻ, സ്തോത്രം, പറയുകയാണ്, ഈ ലോകത്തെ ജയിക്കുന്നവൻ, എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്ത് ഈ ലോകത്തെ ജയിക്കുന്നവൻ, അഥവാ പിശാചിനെ ജയിക്കുന്നവന് താൻ വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ അവകാശമായി കൊടുക്കുവാനിടയായിത്തീരും. ഞാൻ അവന് ദൈവമായിരിക്കും, അവൻ എനിക്ക് മകനുമായിരിക്കും. സ്തോത്രം. ദൈവവും മകനും, അപ്പനും മകനും, പിതാവും പുത്രനും. സ്തോത്രം. അപ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കൾക്ക് പിതാവായിരിക്കുമ്പോൾ തൻ്റെ മക്കൾ അവന്, സ്തോത്രം, മക്കളായിരിക്കും എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുകയാണ്. സ്തോത്രം. അപ്പോൾ അവനല്ലാതെ, യേശു ക്രിസ്തു അല്ലാതെ വേറൊരു പിതാവ് ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ തിരുവചനം, അഥവാ വേദപുസ്തകത്തിൻ്റെ ആദിയോടന്ത് നമ്മെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പലരും അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ളതായ ഉപദേശങ്ങൾ നടത്തി അനേകരെ വഞ്ചിച്ചു കളയുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ആദ്യം മുതലുള്ളവൻ ആരാണ്? ഞാനാണ് ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയുമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് കേട്ടുവല്ലോ. ആദ്യം മുതൽ ഉള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ നിങ്ങൾക്കിത് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. സ്തോത്രം. ആരാണ് പിതാവ്? ആദ്യം മുതലുള്ളവൻ ആരാണ്? ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമത്തവനും ഒടുക്കനും ആദ്യനും അന്ത്യനുമാകുന്നു എന്ന് സർവശക്തിയുള്ള ദൈവമായ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്യുന്നു എന്നാണ് തിരുവചനത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ആദ്യനും അന്ത്യനും
ഒന്നാമത്തവനും ഒടുക്കത്തവനും അൽഫയും ഒമേഗയും എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അവനല്ലാതെ വേറൊരു ദൈവമില്ല. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതുന്നത്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തി പിതാവിനെ യഥാർത്ഥമായി അറിയുന്നു എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17-18 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. യോഹന്നാൻ, സ്തോത്രം, യേശുവിനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണതിനെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. അതിനെ കൂടുതൽ വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനോട് കൂടെ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ മരണം വരെ അവനെ പിൻപറ്റിയ ഒരു ശിഷ്യനാണ് യോഹന്നാൻ. യേശു ക്രിസ്തു എങ്ങനെ അവൻ മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലായിരുന്നപ്പോൾ അവൻ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് യോഹന്നാന് നല്ല വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഇപ്പോൾ യോഹന്നാന് അവൻ്റെ തനതായ രൂപത്തിൽ വെളിപ്പെട്ടു വന്നപ്പോൾ സ്തോത്രം, അവൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറി. അവൻ്റെ തലയും തലമുടിയും ഒക്കെ വ്യത്യസ്തമായി, അവൻ്റെ കാലുകളും കൈകളും ഒക്കെ വ്യത്യസ്തമായ നിലയിലായി. അവൻ്റെ ശബ്ദത്തിന് മാറ്റങ്ങളുണ്ടായി, അവൻ്റെ കണ്ണുകൾക്ക് മാറ്റമുണ്ടായി. അവൻ്റെ ഈ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ അവനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു എന്നാണ് നമുക്ക് ആ വചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അങ്ങനെ അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ആദ്യനാണ്, ഞാൻ അന്ത്യനാണ്, ഞാൻ ജീവനുള്ളവനാകുന്നു. പിന്നീട് അതിൻ്റെ സ്തോത്രം 18-ാമത്തെ വാക്യഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, മരിക്കേണ്ടതിന് വേണ്ടി ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതാണ്, മനുഷ്യത്വം സ്വീകരിച്ച് ഞാൻ മരിച്ചു. എന്നാൽ സ്തോത്രം, മുൻകൂട്ടി അവൻ പ്രസ്താവിച്ചതുപോലെ ഇതാ എന്നേക്കുമായി അവൻ ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് കർത്താവ് പറയുകയാണ്. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ സകലത്തെയും ഉളവാക്കിയ സർവശക്തിയുള്ള ദൈവമായ പിതാവാണ്. അവനല്ലാതെ മറ്റൊരു പിതാവ് ഇല്ല. അവൻ തന്നെയാണ് സകല സൃഷ്ടികളുടെയും പിതാവ്. അവൻ മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് വന്നത്, അവൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ പാപം ചെയ്ത് സ്തോത്രം മരണയോഗ്യനായി തീർന്നപ്പോൾ മരണത്തിൽ നിന്നും അവനെ വീണ്ടെടുക്കുവാൻ മറ്റ് യാതൊരു വിധമാകുന്ന വഴികളും ഇല്ലാത്തതിനാൽ താൻ തന്നെ തൻ്റെ മക്കളെ വീണ്ടെടുക്കുവാൻ ലോകത്തിലേക്ക് വന്നതാണ്. ആ വീണ്ടെടുപ്പുകാരൻ നമുക്ക് വേണ്ടി ചെയ്ത അവൻ്റെ ദൗത്യം അഥവാ അവൻ ചെയ്ത ശുശ്രൂഷകൾ വ്യക്തമായി മനസ്സിലാക്കുകയും അത് വിശ്വസിക്കുകയും അവനെ പിൻപറ്റുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അവൻ്റെ രാജ്യത്തിൽ പങ്കാളികളായിത്തീരും. ഇല്ല, മറ്റേതെങ്കിലും തെറ്റായ വിശ്വാസവും ധാരണയാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ ന്യായവിധിക്ക് യോഗ്യരായിത്തീരും. അവർ സ്തോത്രം നിത്യനാശത്തിലേക്ക് തിരിയും. കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവവും പിതാവുമായി അംഗീകരിക്കുന്നവൻ നിത്യരാജ്യത്തിൽ കർത്താവിനോടും അവൻ്റെ വിശുദ്ധന്മാരായ കോടാനുകൂടി ദൂതന്മാരോടും ആത്മാക്കളോടും കൂടെ നിത്യമായ വാസം അവൻ്റെ നിത്യഭവനത്തിൽ വസിക്കുവാനിടയായിത്തീരും. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരും നഷ്ടപ്പെട്ടു പോകാതെ, ആരും നശിച്ചു പോകാതെ നിത്യജീവന്റെ ഓഹരിക്കാരായി തീരുവാൻ എല്ലാവരും ഒരുപോലെ ഒരുങ്ങിക്കൊള്ളുക. ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ.
ആ ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവനാണ് സകല സൃഷ്ടികളുടെയും പിതാവ്. അവനല്ലാതെ വേറൊരു പിതാവില്ല. സ്തോത്രം. ഒന്നിലധികം ദൈവങ്ങളില്ല, ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ആ സർവശക്തിയുള്ള ദൈവത്തിൽ വിശ്വസിച്ച് അവന്റെ സന്നിധിയിൽ വിശ്വസ്തമായി നിലനിന്ന് നിത്യത അവകാശമാക്കുവാൻ സകലരും ഒരുങ്ങിക്കൊള്ളുക. നമ്മുടെ കർത്താവ് വരവാൻ സമയമായി. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ഈ സത്യം മനസ്സിലാക്കി സത്യത്തിൽ നിലനിൽക്കുവാൻ കഴിയുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിത്യത അവകാശമാക്കുവാൻ കഴിയും. സ്തോത്രം. ഇല്ല എങ്കിൽ സ്തോത്രം ന്യായവിധിക്ക് യോഗ്യരാകുകയും പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിൽ അകപ്പെടുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. സ്തോത്രം. അതുകൊണ്ട് മാനസാന്തരപ്പെടുക, കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി വൈകിയ സമയത്ത് അല്പസമയം തിരുവചനം സംസാരിക്കുവാൻ ഇടയവന് ഈ അവസരത്തെ നൽകിയ ഇതിൻ്റെ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർക്ക്, സംഘാടകരായിരിക്കുന്ന മറ്റെല്ലാവർക്കും, അതുപോലെ വചനം സംസാരിക്കുന്നവർക്കും കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. സർവ്വലോകനായിരിക്കുന്ന കർത്താവിന് സകല മഹത്വവും കരയേറ്റുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, ഈ വൈകിയ സമയത്ത് അല്പനിമിഷം നിന്റെ വചനവുമായിട്ട് തിരുസന്നിധിയിൽ നിൽക്കുവാൻ ഇടയവന് കൃപ നൽകിയത് കൊണ്ട് സ്തോത്രം. കർത്താവെ, നീ നിന്റെ ജനത്തോട് ഇടപെട്ട് അനേകരും സത്യവചനത്തെ യഥാർത്ഥമായി ഗ്രഹിച്ച് നിത്യരാജ്യത്തിനെ ഓഹരിക്കാരായി തീരുവാൻ നീ അവരെ ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നീളവന്റെ പ്രാർത്ഥന കേട്ടടിയനെ ബലപ്പെടുത്തിനായി സ്തുതിക്കുന്നു. സകലാത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം, മഹത്വം ചെയ്യട്ടെ. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം.